ഇതേ ഞാൻ നോമ്പിനെടുത്ത വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കുന്നത് നമ്മൾ ചിക്കൻ പാർട്സ് ആട്ടൊന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് ആ ചിക്കനൊക്കെ നല്ലോണം കേക്ക് വൃത്തിയാക്കിങ്ങാണ്ട് ഒക്കെ അതവിടെ മാറ്റി വെച്ചേക്കണം കേട്ടോ. പിന്നെ അതാക്കണേ നമ്മൾ ചട്ടിയുടെ അടുപ്പത്ത് വെച്ചങ്ങാണ്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ പാർന്നാണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അതേമാതിരി ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, വലിയ ജീരകം എല്ലാം പാടൊരു ഇളക്കൊക്കെ അങ്ങോട്ട് ഇട്ടുങ്ങാണ്ട് എണ്ണ ചൂടായി പൈക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് പിന്നെ അതാക്കണ്ടിട്ട് നമ്മൾ ചിക്കന് ഇതിൽ കണ്ടിട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ പാർട്സാണ്. അപ്പോൾ ഏതായാലും അതും നെയ്ച്ചോറാക്കി വെക്കാമെന്ന് കരുതിയിരിക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം വെന്തോളുമല്ലോ, പിന്നെ ബാക്കിയുള്ള പണി കൊണ്ട് എടുക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഏതായാലും ഇതാക്കണം, അതവിടെ മൂടി വെച്ചേക്കണം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന ഉപ്പാണ്. പിന്നെ അതിലേക്ക് വല്ലുള്ളി, അതേമാതിരി തക്കാളി, 2 പച്ചമുളക് ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ പിന്നെ ചെറുള്ളിയും അതേമാതിരി വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചതച്ചതും അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ പാകത്തിന് കുറച്ച് വെള്ളമാണ് പറഞ്ഞങ്ങാണ്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുകയാണ്. നല്ലോണം വെന്തിട്ട് നമുക്ക് ഇത് കുറച്ച് തേങ്ങാപ്പാലാണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്താ ടേസ്റ്റ് അറിയോ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതാക്കണേ കുറച്ച് പഴംപൊരി അങ്ങോട്ട് ചുട്ടെടുക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു പൊരി വേണമല്ലോ. അപ്പോൾ ഈ മക്കളൊക്കെ നോമ്പ് നോൽക്കുമ്പോൾ ഓൾക്ക് പറയുന്ന അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഏതായാലും അതവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഈ മേസമ്മക്ക് എത്തണം അല്ലേ, 6-ലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മേസമ്മക്ക് ഇതൊക്കെ അങ്ങോട്ട് എത്തിക്കൂട്ടും. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ അങ്ങനെ 7ാമത്തെ നോമ്പും ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ തറാവിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ചോറും ഒക്കെ വെച്ചാൽ ചായയുടെയൊക്കെ മക്കളൊക്കെ തറാവിസ്കരിച്ചാൻ പോകും. അവരൊക്കെ വന്ന് കഴിഞ്ഞിരിക്കും. പിന്നെ പോയി വന്നേ അപ്പോൾ ഞങ്ങളും ഇവിടെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറൊക്കെ തിന്നട്ടോ. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ലൈക്ക്, ഷെയർ, കമൻറ്റ്.